ബി.ജെ.പി അംഗത്വമെടുത്ത പത്മജ വേണുഗോപാൽ ഇന്ന് തിരുവനന്തപുരത്ത് എത്തുകയാണ്. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന പത്മജയെ ബി.ജെ.പി പ്രവർത്തകർ സ്വീകരിക്കും. ബി.ജെ.പി സംസ്ഥാന നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും പത്മജയ്ക്ക് നൽകേണ്ട ചുമതല തീരുമാനിക്കുക. കെ കരുണാകരന്റെ മകൾ എന്നുള്ള വിലാസം ദേശീയ സംസ്ഥാന തലങ്ങളിൽ നന്നായി ഉപയോഗപ്പെടുത്താനാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. അതേ കാര്യം തന്നെയാണ് അവർക്കെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കാൻ പോകുന്നത്. അതെ, ഇടതുപക്ഷത്തിനും ബി.ജെ.പിക്കും ഒരേപോലെ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ആയുധമായി മാറുകയാണ് പത്മജ വേണുഗോപാൽ. അതിന്റെ ഒരു കേട് അല്ലെങ്കിൽ അപാകത പരിഹരിക്കുന്നതിനായി കെ മുരളീധരനെ ഇറക്കിക്കൊണ്ടുള്ള മറുതന്ത്രം മറുഭാഗത്ത് നടക്കുന്നു. അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്. വെൽക്കം ടു വിമൻസ് ഡേ സ്പെഷ്യൽ മോർണിംഗ് ഷോ. ഗുഡ് മോർണിംഗ്. അലമീൻ, പത്മജ വരുന്നതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ പുതിയ ഓഫീസിലേക്ക് ഈ വനിതാ ദിനത്തിൽ ഒരു വരവേൽപ്പ്, ഗംഭീര വരവേൽപ്പാണോ പത്മജയ്ക്ക് ഒരുങ്ങുന്നത്? ബി.ജെ.പിയിലെ സംസ്ഥാനത്തെ പ്രവർത്തകരെയും ഒരു വിഭാഗം നേതാക്കളെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരു വരവാണ്. കാരണം കേന്ദ്ര നേതൃത്വം നേരിട്ട് നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം സംസ്ഥാനത്തേക്ക് വരുമ്പോൾ വലിയ സ്വീകരണം തന്നെയാണ് തിരുവനന്തപുരത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നത് മുതൽ തന്നെ സ്വീകരണ പരിപാടികൾ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ട് തയ്യാറാക്കി കഴിഞ്ഞു. മുതിർന്ന നേതാക്കൾ, സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ഒപ്പം കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള ബി.ജെ.പിയുടെ മുഴുവൻ മുതിർന്ന നേതാക്കളും പത്മജയെ സ്വീകരിക്കുന്നതിനായി വിമാനത്താവളത്തിലെത്തും. അതിനുശേഷം വരവേറ്റ് ബി.ജെ.പിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു സംയുക്ത വാർത്താ സമ്മേളനവും നടത്തുന്നുണ്ട്. ബി.ജെ.പിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ലഭിച്ച വലിയൊരു ലോട്ടറിയായി തന്നെയാണ്, വലിയൊരു ക്യാച്ചിങ്ങായി തന്നെയാണ് പത്മജയുടെ ഈ വരവിനെയും പത്മജയുടെ ബി.ജെ.പി പ്രവേശനത്തെയും സംസ്ഥാന നേതൃത്വം ഒക്കെ കാണുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം ബി.ജെ.പി പ്രതീക്ഷിക്കുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും അവർ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. അത്തരത്തിൽ പ്രതീക്ഷയുടെ തേരിലേറി പോകുന്ന ബി.ജെ.പിക്ക് ആ പ്രതീക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമായി പത്മജയുടെ വരവ് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം പത്മജയ്ക്ക് എന്ത് ചുമതല നൽകുമെന്നുള്ളത്, അത് പാർട്ടി ചുമതലകൾക്കപ്പുറം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിത്വം പത്മജയ്ക്ക് ഉണ്ടാകുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അത് എവിടെയാണ് എന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യം. ഇപ്പോൾ ചാലക്കുടിയുടെ പേര് കേൾക്കുന്നു. അതിനപ്പുറത്തേക്ക് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ തന്നെ കരുണാകരന്റെ മകളെ രംഗത്തിറക്കിയാലും അത്ഭുതപ്പെടാനില്ല. ബി.ജെ.പിയുടെ വരാനിരിക്കുന്ന രണ്ടാമത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ പലതരത്തിലുള്ള സർപ്രൈസുകളും ആ അർത്ഥത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായിരുന്നാലും അങ്ങനെ ബി.ജെ.പി സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാനത്തെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം ഉയർന്നിട്ടുണ്ട്. അത് ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ആയുധമാക്കുകയും ചെയ്യും. കാരണം കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരാളുടെ മകൻ മത്സരരംഗത്തുണ്ട്, മറ്റൊരു മുഖ്യമന്ത്രിയുടെ മകൾ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ അത് മറ്റൊരു തരത്തിൽ ബി.ജെ.പിക്ക് ആയുധമാക്കാം. അതേ കണക്കിന് തന്നെ കോൺഗ്രസിനെ പ്രഹരിക്കാനുള്ള വലിയൊരു ആയുധമായി ഈ ഒരു നടപടിയെ ഇടതുമുന്നണിയും കാണുന്നുണ്ട്. ഇന്നിപ്പോൾ CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒപ്പം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്ന LDFന്റെ യോഗവും തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഇതിൽ പത്മജയുടെ ബി.ജെ.പി പ്രവേശനത്തെ രാഷ്ട്രീയ ആയുധമാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രമാക്കി മാറ്റാൻ തന്നെയാണ് ഇടതുമുന്നണി ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഈ വിഷയം വലിയ തരത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി ഒരു ഘടകമാക്കി മാറ്റാനാകും, കോൺഗ്രസിന് വിരുദ്ധമായി ഒരു നിലപാടുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ, കണക്കുകൂട്ടൽ, വിലയിരുത്തൽ ഇടതുമുന്നണിക്കുമുണ്ട്. പലയിടത്തും പത്മജയുടെ കോലം കത്തിക്കലടക്കം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിഷേധം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ താൻ വേദനിച്ച് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേദനിപ്പിച്ചവരുടെ പേരുകൾ പിന്നീട് പറയുമെന്ന് ഇന്നലെ അംഗത്വം എടുത്ത ശേഷം പറയുകയും ചെയ്തു. ആ പേരുകൾ പറയുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി അങ്ങോട്ട് കടക്കുമായിരിക്കും അല്ലേ? ഇന്ന് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ സ്വാഭാവികമായും അത്തരം ചോദ്യങ്ങൾ വരും. ഒരുപക്ഷെ ആ സംസ്ഥാന നേതാക്കൾ ആരൊക്കെയാണ് തന്നെ വേദനിപ്പിച്ചവർ, തന്നെ പുകച്ച് പുറത്തു ചാടിച്ചവർ, തന്നെ ബി.ജെ.പിയിലേക്ക് എത്തിച്ച കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെയെന്നുള്ളത് ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ പ്രഖ്യാപിക്കാനായിരിക്കും പത്മജ തയ്യാറെടുക്കുന്നത്. ഇന്നലെ ഡൽഹിയിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും മറുപടി വന്നില്ല. ഒരുപക്ഷെ ഇന്ന് തിരുവനന്തപുരത്ത് അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ല, ഇന്ന് അതിന് മറുപടി പറയുമോ, ഇനി അതിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് രംഗം, പ്രചരണ രംഗം കൂടുതൽ കളറാകുന്ന സമയത്ത് ഒരുപക്ഷെ കോൺഗ്രസിന് അടിക്കേണ്ട ഒരു ആയുധമാക്കി അത് പത്മജ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ എന്നത് അടക്കമുള്ളത് ഒരു ചോദ്യമാണ്. ഏതായാലും അത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും പത്മജയുടെ ഈ നീക്കം, പത്മജയെ മുൻനിർത്തി ബി.ജെ.പിയും ഇടതുമുന്നണിയും നടത്തുന്ന നീക്കം, പത്മജ ഇനി കോൺഗ്രസിനെതിരെ അടിക്കാനുയർത്തുന്ന ആരോപണങ്ങൾ, ആയുധങ്ങൾ, അതിനെയൊക്കെ എങ്ങനെ കോൺഗ്രസും UDF പ്രതിരോധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് തന്നെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചിത്രം ഏതാണ്ട് വ്യക്തമാകും, അതിൽ പ്രഖ്യാപനവും ഉണ്ടാകും. അതിനുശേഷം സംസ്ഥാന നേതാക്കൾ മടങ്ങിയതിനു ശേഷമായിരിക്കും ഈ പ്രചരണ പ്രവർത്തനങ്ങളും അതിന്റെ തന്ത്രങ്ങളും ഒക്കെ ആസൂത്രണം ചെയ്യുക. സ്വാഭാവികമായും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനപ്പുറം പുതിയൊരു ഘടകം കൂടി, അല്ലെങ്കിൽ ഒരു പുതിയൊരു വിഷയത്തെ കൂടി പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും എത്തിയിട്ടുണ്ട്. അതിനെ എങ്ങനെ അവർ തന്ത്രങ്ങൾ മെനയുമെന്നുള്ളത് ഒരു പ്രധാന ഘടകം തന്നെയായിരിക്കും ഈ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ.